صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. ഗുഡ്നെസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. തുടർന്ന് ഈ അറിവുകൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്കും ആ ഇൽമ് പകർന്നു കൊടുത്ത പ്രതിഫലം അള്ളാഹു നൽകും. അള്ളാഹു നൽകട്ടെ. വിഷയത്തിലേക്ക് കടക്കാം. പവിത്രമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് നാം ഏവരും ഉള്ളത്. ഈ റമദാനിന്റെ പവിത്രത നാം മനസ്സിലാക്കി റമദാനിനെ നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ടോ, ഈ റമദാനിനെ നാം പരിഗണിച്ചിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ റമദാനിനെ ബഹുമാനിച്ചതിന്റെ കാരണം കൊണ്ട് വിജയം ലഭിച്ച ഒരു സംഭവം മാത്രം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. മജൂസിയായ ഒരു മനുഷ്യൻ ഒരു വേള ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്തിലൂടെ നടന്നു പോവുകയാണ്. റമദാനിലാണ്. റമദാനിന്റെ പകൽ സമയത്ത് ഈ മജൂസിയായ മനുഷ്യൻ തൻ്റെ നാട്ടിലുള്ള മുസ്ലിം ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്തിലൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് തൻ്റെ മകൻ ആ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിലുണ്ട്. തൻ്റെ മകൻ അവിടെ എന്തെടുക്കുന്നു എന്ന് നോക്കുമ്പോഴാണ് റമദാനിന്റെ പകലിൽ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ വെച്ച് മകൻ എന്തോ ഭക്ഷിക്കുകയാണ്. ഇത് കണ്ട മജൂസിയായ മനുഷ്യൻ തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് അവിടം വെച്ച് ശകാരിക്കുകയാണ്. അവിടം വെച്ച് തൻ്റെ മകനോട് താക്കീത് നൽകിക്കൊണ്ട് പറയുകയാണ്, റമദാനിന്റെ പകലിൽ നീ ഇത് ചെയ്യരുതായിരുന്നു, റമദാനിനെ നീ ബഹുമാനിക്കണം, നിന്റെ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ കൂട്ടുകാർക്കിടയിൽ വെച്ച് നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു, റമദാനിനെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് മജൂസിയായ മനുഷ്യൻ തൻ്റെ മകനോട് വിളിച്ച് താക്കീത് പറയുകയാണ്. അങ്ങനെ മജൂസിയായ മനുഷ്യൻ നടന്നുപോയി. ദിവസങ്ങൾ കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു. മജൂസിയായ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അങ്ങനെ ഈ മജൂസിയായ മനുഷ്യൻ മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള ഒരു ആലിമായ മനുഷ്യൻ ആ മജൂസിയായ മനുഷ്യനെ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. എങ്ങനെയാണ് മജൂസിയായ മനുഷ്യൻ സ്വപ്നത്തിൽ കാണുന്നത്? മജൂസിയായ മനുഷ്യൻ സ്വർഗത്തിലൂടെ പാറി പറന്നുല്ലസിച്ച് നടക്കുകയാണ്. ഇത് കണ്ട ആലിമ് ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ സ്വർഗത്തിലെത്താനുള്ള കാരണം? നിങ്ങൾക്ക് എങ്ങനെ ഈ വിജയം ലഭിച്ചു എന്ന് ചോദിച്ചപ്പോൾ മജൂസിയായ മനുഷ്യൻ അവിടം വെച്ച് ആ വിഷയങ്ങൾ, ആ സംഭവങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. എൻ്റെ മകൻ റമദാനിന്റെ ഒരു പകലിൽ ഇങ്ങനെ ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടം വെച്ച് അവനെ താക്കീത് ചെയ്തു, അവനെ നന്നായി ശകാരിച്ചു. അങ്ങനെ ഞാൻ റമദാനിനെ ബഹുമാനിച്ചു. അങ്ങനെ റമദാനിനെ ബഹുമാനിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും ബഹുമാനിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എന്നെ ബഹുമാനിച്ചത് അല്ലാഹു ദുനിയാവ് നൽകിയിട്ടോ, വലിയ ആഡംബര കെട്ടിടങ്ങൾ നൽകിയിട്ടോ, വലിയ ആഡംബര വാഹനങ്ങൾ നൽകിയിട്ടോ, അല്ലെങ്കിൽ മറ്റു ദുന്യവിയായ സുഖ സൗകര്യങ്ങൾ നൽകിയിട്ടോ അല്ല. മറിച്ച് എന്നെ അല്ലാഹു ബഹുമാനിച്ചത് എൻ്റെ ആഖിബത്ത് നന്നാക്കിയിട്ടാണ്. ഏതൊരു മുസ്ലിമിന്റെയും ഏതൊരു മുഅ്മിനിന്റെയും ആഗ്രഹം എന്താണ്? ആഖിബത്ത് നന്നാവണമെന്നാണ്. ആഖിബത്ത് നന്നായി ആഖിറം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഅ്മിൻ. എന്നാൽ ഈ മജൂസിയായ മനുഷ്യനിക്ക് അള്ളാഹു നൽകുന്നത് ആ ഏറ്റവും വലിയ വിജയമാണ്. അങ്ങനെ ആ മജൂസിയായ മനുഷ്യൻ പറഞ്ഞു, ഈ റമദാനിനെ ബഹുമാനിച്ചത് കൊണ്ട് അള്ളാഹു എന്നെയും ബഹുമാനിച്ചു. നാം ഈ ഒരു ചെറിയ സംഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടത്, റമദാനിനെ ബഹുമാനിക്കേണ്ടാത്ത ഒരു മജൂസിയായ മനുഷ്യൻ റമദാനിനെ ബഹുമാനിച്ചപ്പോൾ അള്ളാഹു അയാൾക്ക് വിജയം കൊടുത്തു, അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്തു. എന്നാൽ റമദാനിനെ ബഹുമാനിക്കേണ്ടവരായ, റമദാനിനെ പരിഗണിക്കേണ്ടവരായ നമ്മൾ ഈ റമദാനിനെ പരിഗണിച്ചാൽ, റമദാനിനെ ബഹുമാനിച്ചാൽ അള്ളാഹു നമുക്ക് വിജയം നൽകും തീർച്ചയാണ്. എങ്ങനെയാണ് നാം റമദാനിനെ ബഹുമാനിക്കേണ്ടത്? ആ റമദാനിൽ സാധാരണ നാം ചെയ്യുന്ന, റമദാൻ അല്ലാത്ത സമയത്ത് നാം എന്തെല്ലാം ചെയ്തിരുന്നോ അതിലുപരിയായിട്ടുള്ള, അതിൽ കൂടുതലായിട്ട് നാം സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് ചെയ്യുക.
സ്വലാത്തുകൾ ചൊല്ലുക, ദിക്റുകൾ ചൊല്ലുക. സാധാരണ ഒരു ഫർദ് നിസ്കാരം മാത്രം നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ കുറച്ച് സുന്നത്തുകൾ നിസ്കരിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാരണം ഒരുപാട് ആളുകൾ തറാവീഹ് നിസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല. നാം ഈ സമയത്ത് തറാവീഹൊക്കെ പ്രാധാന്യം കൊടുത്ത് നിസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വിജയം നൽകും. അതുപോലെ തന്നെ നമുക്ക് കഴിയുന്ന നല്ല കാര്യങ്ങളെല്ലാം ഈ ഒരു 30 ദിവസം, ഈ ഒരു റമദാനിൽ മറ്റു 11 മാസങ്ങളെക്കാൾ ഒരു പരിഗണന ഈ റമദാൻ മാസത്തിന് നൽകിയാൽ നമുക്ക് വിജയം നൽകും. അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.